മുസ്ലിം ലീഗിന്റെ ഉറച്ച കോട്ടയായ പൊന്നാനി ലോക്സഭാ മണ്ഡലം പിടിച്ചെടുക്കാനുള്ള രാഷ്ട്രീയ പരീക്ഷണത്തിലാണ് കഴിഞ്ഞ കുറച്ചുകാലമായി ഇടതുമുന്നണി. പാർട്ടിക്ക് പുറത്തുള്ളവരെ സ്വതന്ത്രരായി നിർത്തി 2009 ആരംഭിച്ച പരീക്ഷണം ഇത്തവണ പാർട്ടി ചിഹ്നത്തിൽ മുൻ ലീഗുകാരനെ സ്ഥാനാർത്ഥിയാക്കിയാണ് നടപ്പിലാക്കുന്നത്. മോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ വോട്ടാക്കി മാറ്റാൻ എൻഡിഎയും ശ്രമിക്കുമ്പോൾ പൊന്നാനിയിൽ ഇക്കുറി പോരാട്ടം ശക്തമാകും. പുരാതന തുറമുഖ നഗരമായ പൊന്നാനി ഒരു കാലത്ത് സാമൂതിരിയുടെ രണ്ടാം തലസ്ഥാനമായിരുന്നു. രാഷ്ട്രീയാധികാരത്തിനായി വള്ളുവക്കോനാതിരിയും സാമൂതിരിയും നടത്തിയ പോരാട്ടങ്ങൾക്ക് വേദിയായിരുന്നത് തിരുനാവായ നാവാമുകുന്ദ സന്നിധിയിലെ മാമാങ്കമായിരുന്നു. നൂറ്റാണ്ടുകൾക്കിപ്പുറം ജനായത്ത ഭരണകാലത്തും പൊന്നാനി രാഷ്ട്രീയ പരീക്ഷണവേദിയായി തുടരുകയാണ്. നേരത്തെ ഇടതുമുന്നണിയിൽ CPI മത്സരിച്ചിരുന്ന പൊന്നാനി ലോക്സഭാ മണ്ഡലം 2009 CPM ഏറ്റെടുത്തതോടെ പുതിയ രാഷ്ട്രീയ പരീക്ഷണങ്ങൾക്ക് തുടക്കമായി. ഹുസൈൻ രണ്ടത്താണിയെ പൊതുസ്വതന്ത്രനായി മത്സരിപ്പിച്ച പരീക്ഷണം പക്ഷേ പരാജയപ്പെട്ടു. അന്ന് അബ്ദുൾ നാസർ മദനിയുമായി വേദി പങ്കിട്ട് നടത്തിയ പ്രചരണം സംസ്ഥാന തലത്തിൽ തന്നെ ഇടതുമുന്നണിക്ക് ക്ഷീണമായി. എന്നാൽ തുടർ തെരഞ്ഞെടുപ്പിലും CPM പരീക്ഷണം തുടർന്നു. 2014 കോൺഗ്രസ് നേതാവായിരുന്ന ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാനെ ഇടതുപാളയത്തിലെത്തിച്ചു നടത്തിയ പരീക്ഷണം വിജയത്തോടടുത്തിരുന്നു. 2009 50% വോട്ട് നേടി വിജയിച്ച ET മുഹമ്മദ് ബഷീറിന്റെ ഭൂരിപക്ഷം കേവലം 25,000 വോട്ടിലെത്തിക്കാൻ 2014 അബ്ദുറഹ്മാനായി. എന്നാൽ 2019 PV അൻവറിനെ നിർത്തി നടത്തിയ പരീക്ഷണത്തിൽ വീണ്ടും ഭൂരിപക്ഷമുയർത്തി ET മുസ്ലിം ലീഗിന്റെ പൊന്നാപുരം കോട്ട കാത്തു. ഇത്തവണ എതിരാളിയിൽ നിന്ന് അടർത്തിയെടുത്ത നേതാവിനെ സ്ഥാനാർത്ഥിയാക്കിയുള്ള പരീക്ഷണത്തിലാണ് CPM. സംസ്ഥാപക്ഷക്കാരനായ മുൻ ലീഗ് നേതാവ് KS ഹംസയെ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിപ്പിക്കുമ്പോൾ വിജയം കൈവിടില്ലെന്ന പ്രതീക്ഷയിലാണ് ഇടതുമുന്നണി. ലോക്സഭാ പരിധിയിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 4 എണ്ണവും ഇടതുമുന്നണിക്കൊപ്പമാണെന്നതും LDFന്റെ പ്രതീക്ഷയ്ക്ക് ആക്കം കൂട്ടുന്നു. എന്നാൽ സംഘടനാ സംവിധാനത്തിന്റെ മികവും അബ്ദുൾ സമദ് സമദാനിയുടെ സ്വീകാര്യതയും പൊന്നാനിയെ സുരക്ഷിതമായി നിലനിർത്തുമെന്ന പ്രതീക്ഷയിലാണ് UDF. ഭൂരിഭാഗം സംസ്ഥാന പ്രവർത്തകരും ലീഗ് അനുയായികളായതിനാൽ ഹംസയുടെ സ്ഥാനാർത്ഥിത്വം ഒരു തരത്തിലും ബാധിക്കില്ലെന്ന് UDF കരുതുന്നു. അതേസമയം ഒരു സാധ്യതയ്ക്കും പഴുതു നൽകാതെയുള്ള ശക്തമായ പ്രചാരണത്തിലാണ് ലീഗ് നേതൃത്വം. കഴിഞ്ഞ 3 തവണയായി ക്രമാനുഗതമായി വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുന്ന NDA ഇത്തവണ നിവേദിത സുബ്രഹ്മണ്യനിലൂടെ വൻ മുന്നേറ്റമാണ് പ്രതീക്ഷിക്കുന്നത്. വേനൽ ചൂടിനെ വെല്ലുന്ന തെരഞ്ഞെടുപ്പ് ചൂടാണ് പൊന്നാനിയിൽ. മത്സരം മുറുകുമ്പോൾ മുന്നണികളുടെ പ്രതീക്ഷയും ആശങ്കയും ഒരുപോലെ ഉയരുകയാണ്. TK രവീന്ദ്രൻ, അമൃത ന്യൂസ്, മലപ്പുറം.